ഇപ്പോൾ 2024 ക്ലീയുടെ പ്രിപ്പറേഷന് കഴിഞ്ഞ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞതെങ്കിലും 15 ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻ വെച്ചിട്ട് ഏകദേശം 30-40ഓളം ക്വസ്റ്റ്യനാണ് ആ 15 മിനിറ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഈ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യുന്നത് ആസ് ഐ ടോൾഡ് ഏർലിയർ, നമുക്ക് ഈ ലാസ്റ്റ് മിനിറ്റിൽ കൂടുതൽ ആവശ്യമുള്ളത് ഒരുപാട് പഠിച്ചു പോകാൻ സാധ്യത കുറവാണ്, അതിൻ്റെ ആവശ്യവുമില്ല, സമയവുമില്ല. എക്സാക്ട്ലി ഹൗ ദ ക്വസ്റ്റ്യൻസ് അപ്പിയർ, ഹൗ ഐ ക്യാൻ ക്രാക്ക് ഇറ്റ്, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിലെ ചോദ്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഉടനെ തന്നെ മറുപടി പറയാത്തത്, നിങ്ങൾ ആ സമയത്ത് യു ഗെറ്റ് ഇൻവോൾവ് സോ ദാറ്റ് ദിസ് ബിക്കംസ് എ കോൺവെർസേഷൻ. ഓക്കെ സാർ, എനിക്കിതിൻ്റെ ഉത്തരം അറിയാം, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സാർ മറ്റേതിൻ്റെ ഓപ്ഷൻ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്കിത് ക്ലിയർ ആവുക. ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും ഷെയർ ചെയ്യുന്നത്. എഗെയിൻ ഐ വുഡ് സേ ദിസ് ഈസ് എ കോമൺ സെൻസ് എക്സാം. ഇതിൻ്റെ ഇന്ന ഏരിയയിൽ നിന്ന് ഇന്ന മാതിരി ക്വസ്റ്റ്യൻ വരുമെന്ന നിലയിൽ മാത്രം നമ്മൾ പഠിച്ചാൽ വി കാൺട്ട് സേ. കാരണം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 2021 തോന്നുന്നു, ഏകദേശം 9ഓളം ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രസിഡൻറ്റ് എന്നൊരു ടോപ്പിക് എന്ന് സ്പെസിഫിക് ആയിട്ട് വന്നു. അത് ആ കൊല്ലത്തെ ഒരു പ്രത്യേകതയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രസിഡൻ്റ് എന്ന ടോപ്പിക് ഇങ്ങനെ കുറേ ആഴത്തിൽ പഠിക്കേണ്ട കാര്യമുണ്ടോ? പഠിക്കാൻ നമുക്ക് പറ്റുമോ? ആവശ്യമില്ല. അപ്പോൾ ചില കൊല്ലം ചില ഏരിയയിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ നിങ്ങളെ പ്രിപ്പറേഷൻ പോകേണ്ടത് എങ്ങനെയാണ്? യു ഷുഡ് ബി ഏബിൾ ടു ലുക്ക് അറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നൊന്നായിട്ട് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ഡോണ്ട് ബി എ മ്യൂട്ട് സ്പെക്ടേറ്റർ ദർ. അവിടെ നിങ്ങളിങ്ങനെ നോക്കിയിരുന്നാൽ പോരാ. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ, ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്ക് ഏതാണ്? ഷെഡ്യൂൾഡ് ട്രൈബ് കാസ്റ്റ് അല്ല, ട്രൈബാണ്, വർഗമാണ്. ഓക്കെ, പട്ടികജാതി പട്ടികവർഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിനെ ഷെഡ്യൂൾഡ് ട്രൈബായി നിർണ്ണയിക്കുന്നത് ഒരിക്കലും എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവരുടെ മതമോ ജാതിയോ നോക്കിയിട്ടല്ല. സോ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആർ റിലീജിയസ്ലി ന്യൂട്രൽ. എന്തുകൊണ്ട്? അവരുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് അവർ ഏത് മതത്തിൽപ്പെടുന്നു എന്ന് നോക്കിയിട്ടല്ല. ഇപ്പോൾ നമുക്ക് വയനാട്ടിലും അട്ടപ്പാടിയിലൊക്കെയാണ് ഷെഡ്യൂൾ ട്രൈബുകാരെ കണ്ട് ശീലമുള്ളത്. അവരെ ട്രൈബായിട്ട് നിലനിർത്തുന്നത് എന്തുകൊണ്ടാണ്? ദേ ബിലോങ് ടു എ പെർട്ടിക്കുലർ സെക്ട്, കുറിച്യാർ ഫാമിലി, അല്ലെങ്കിൽ അവർ ട്രൈബായി മാറുന്നതാണ്. അവരായിരുന്നു ആദിവാസികൾ. അപ്പോൾ ഇതൊരു ആലോചിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന സംഗതിയാണ്. ഒരിക്കലും വർഗത്തിനെ നമ്മൾ ജാതിയുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കില്ലല്ലോ, മതവുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കില്ലല്ലോ തരംതിരിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ വീണ്ടും പറയുന്നു, ബുക്കിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടാവില്ല. ആൻസർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടാക്കിയെടുത്താൽ ഇത് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് വൈ ഐ സെഡ് ഐ വാണ്ട് യു ടു തിങ്ക് ബിഫോർ ഐ ഗിവ് യു ദ ആൻസർ. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഷാറ്റൽ? അപ്പോൾ നേരത്തേതൊന്ന് കോൺസ്റ്റിറ്റ്യൂഷനുമായി റിലേറ്റഡ് ആയ ചോദ്യമാണ്. ഇതിൽ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് ഒരു ലീഗൽ ടേമാണ്. എന്തായിരിക്കാം ഷാറ്റൽ? കൂടും കുടുക്കയും എടുത്ത് ഓടിപ്പോയി, അല്ലെങ്കിൽ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്. ഷാറ്റൽ എന്ന് പറയുന്നതിൻ്റെ ആൻസർ മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ്. ഒരു വീട് ഒരിക്കലും എന്തിൽ വരില്ല? ഷാറ്റലിൽ വരില്ല. പക്ഷേ നമ്മളുടെ ചെറിയ ചെറിയ യൂട്ടൻസിൽസ്, വെസൽസ്, അങ്ങനത്തെ ചെറിയ സംഗതികളെ വെരി പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള കാറിനെ നമ്മൾ ഷാറ്റലിൽ ഉൾപ്പെടുത്തില്ല ജനറലി. അപ്പോൾ ഷാറ്റൽ എന്നുള്ളതൊരു ഇംഗ്ലീഷ് ടേമാണ്. ഇംഗ്ലീഷിൽ അതിന് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഷാറ്റലിൽ ട്രസ്പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷാറ്റൽ ടെഫ്റ്റ് നടത്തുന്നതും മറ്റേതും തമ്മിൽ വ്യത്യാസമുണ്ട്. സോ ദിസ് ഈസ് സംതിങ് എ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഇത് ലീഗൽ ടേംസ് പഠിച്ചാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പത്തിൽ പറ്റും. ഓക്കെ, നേരത്തെ നമ്മൾ റാം വേഴ്സസ് ശ്യാം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അതൊന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. റാം വേഴ്സസ് ശ്യാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലോജിക്ക് തന്നെയാണ് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഒരു കേസ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിനും ആ ലോജിക്കാണ് അപ്ലൈ ആവുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഒരു സിവിൽ കേസിൽ ദ പേഴ്സൺ ഹൂ ഫയൽസ് സൂട്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ജോബ് സെക്യൂർ കുട്ടികളെ ട്രെയിൻ ചെയ്യുമ്പോൾ
ഇംഗ്ലീഷിൽ ഇത്രയധികം ഊന്നൽ കൊടുത്ത് അതിന് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഹൂമും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയണം. കേസ് കൊടുക്കുന്ന ആളെ എന്താണ് വിളിക്കുക, ആർക്കെതിരെയാണ് കേസ് കൊടുത്തത് അയാൾ എന്താണ് വിളിക്കുക. നിങ്ങളൊന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കൂ, ഇതിലേതായിരിക്കും ഉത്തരം വരിക? നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും. ഹൂ ഇനീഷ്യേറ്റ്സ് എ സിവിൽ സൂട്ട്? ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? ഇനീഷ്യേറ്റ് എന്ന വാക്കപ്പോൾ ആലോചിക്കണം. ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് കേസ് കൊടുക്കുന്നത്? പ്ലെയിൻറ്റിഫാണ് കേസ് കൊടുക്കുക. കേസ് കൊടുത്താൽ എതിർഭാഗത്ത് വരുന്ന ആളെ വിളിക്കുന്ന പേരെന്താണ്? ഡിഫെൻഡൻ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? ആ കേസ് കൊടുക്കുന്ന ആളും മറുഭാഗത്ത് വരുന്ന ആളെയും നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പ്ലെയിൻറ്റിഫാണ് കേസ് കൊടുക്കുന്ന ആൾ, ഡിഫെൻഡൻറ്റിനെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത്. ഇനി നിങ്ങളൊന്ന് കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നോക്കൂ. പ്രോസിക്യൂട്ടർ അക്യൂസ്ഡ് സിവിൽ സൂട്ടിൽ വരുമോ? വരില്ല. എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഇതേ ക്വസ്റ്റ്യൻ ഇൻ എ ക്രിമിനൽ കേസ്, ക്രിമിനൽ സൂട്ട് എന്ന് പറയില്ല കേട്ടോ. ഇൻ എ ക്രിമിനൽ കേസ് ഹൂ ഫയൽസ് ദ കേസ് ആൻഡ് അഗെയിൻസ്റ്റ് ഹൂം? ആരാണ് ക്രിമിനൽ കേസിൽ കേസ് നടത്തുക? പ്രോസിക്യൂട്ടർ. അപ്പോൾ സിവിൽ കേസിലെ പ്ലെയിൻറ്റിഫിൻ്റെ ഭാഗത്ത് ക്രിമിനൽ കേസിൽ വരുന്ന ആളാരാണ്? പ്രോസിക്യൂട്ടറാണ്. അവിടെ നമ്മൾ ഡിഫെൻഡൻ്റ് എന്നല്ല പറയുക, അക്യൂസ്ഡ് എന്നാണ് പറയുക. അക്യൂസർ, ഡിഫെൻഡൻറ്റ്. അക്യൂസർ എന്ന് പറഞ്ഞൊരു യൂസേജ് നമ്മളിതിലില്ല. അപ്പലൻ്റ് റെസ്പോണ്ടൻറ്റും ഈ പറഞ്ഞ പോലെ തന്നെ രാം വേഴ്സസ് ശ്യാമിൽ രാമന് അപ്പലൻ്റ് ആവാം. പക്ഷേ അപ്പലൻ്റ് എന്ന് പറയുമ്പോൾ എന്താവില്ല? ഹൂ ഫയൽസ് സൂട്ടാവില്ല. ഹൂ അപ്പീൽസ് അഗെയിൻസ്റ്റ് ജഡ്ജ്മെൻറ്റ് ഓഫ് എ സൂട്ടാണ് ആര്? അപ്പലൻ്റ്. അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയുന്നത് 40-45 സെക്കൻഡ് ധാരാളമാണ് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ. ചാടിക്കേറി ഉത്തരം പറയാതെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ കേസ് കൊടുക്കുന്ന ആൾ പ്ലെയിൻറ്റിഫ്, ആർക്കെതിരെയാണോ കേസ് കൊടുത്തത് ഡിഫെൻഡൻറ്റ്. അതാണ് ഈ ചോദ്യം. ഇത് ചോദിച്ച ചോദ്യമാണ്. സമാനമായ ചോദ്യം ക്രിമിനലിലേക്ക് വന്നാൽ, അപ്പീലിലേക്ക് വന്നാൽ ദ പേഴ്സൺ ഹു ഫയൽസ് അപ്പീൽ അപ്പലൻറ്റ്, പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം ദ അപ്പീൽ ഈസ് ഫയൽഡ് ഡിഫെൻഡൻ്റ് അല്ല പറയുക, റെസ്പോണ്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മലയാളം പദങ്ങളും മനസ്സിൽ ഒന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി ക്ലൂ. എല്ലാ വാക്കുകളും പഠിച്ചിരിക്കണം. ഒരു ലോ എൻട്രൻസിന് പോകുന്ന കുട്ടി അറിഞ്ഞിരിക്കേണ്ട 4 വാക്കുകളാണ് ഇവിടെ ഓപ്ഷനായിട്ടുള്ളത്. അക്കംപ്ലൈസ് ആര്, ഹോസ്റ്റൈൽ വിറ്റ്നസ് ആര്, അപ്രൂവർ ആര്, ഹോസ്റ്റൈൽ അക്കംപ്ലൈസ് ആര്. ഹോസ്റ്റൈൽ അക്കംപ്ലൈസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു വാക്കുണ്ടോ? ഇനി ക്രിമിനൽ കേസ് എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇൻ എ ക്രിമിനൽ കേസ് an accused person whose consideration of നോൺ പ്രോസിക്യൂഷൻ. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു കേസിൽ 2-3 പ്രതികളുണ്ടെങ്കിൽ അതിൽ ഒരു പ്രതി പറയാണ്, എനിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കി തരണം, ഞാൻ മറ്റ് പ്രതികൾക്കെതിരെ സാക്ഷി പറയാം. ഓക്കെ, എന്താണ് ചോദിക്കുന്നത്? അക്യൂസ്ഡ് പേഴ്സൺ ഹൂ ഇൻ കൺസിഡറേഷൻ ഓഫ് നോൺ പ്രോസിക്യൂഷൻ, അയാളെ കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അയാൾ എന്തിന് തയ്യാറാവുന്നു? മറ്റ് പ്രതികൾക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറാവുന്നു. അങ്ങനെയുള്ള ഒരാളെ എന്താ പറയുക? അതേ മൈൻഡിൽ ഉത്തരം വരുന്നുണ്ടോ? അങ്ങനെയുള്ള ആൾക്ക് പറയുക അപ്രൂവർ എന്നാണ്. ഇത് ഒരുപാട് കുട്ടികൾ ഹോസ്റ്റൈൽ വിറ്റ്നസ് ഒക്കെ പറഞ്ഞ് തെറ്റിക്കും. അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കേസിലെ കൂട്ടാളി. An accomplice can become an approver. എന്താണ്? എയും ബിയും സിയും ഡിയും കൂടെ ഒരു മേർഡർ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഡി കാർ ഡ്രൈവറായിരുന്നു. അയാൾ കാറ് ഓടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അയാളെ കൊല്ലുന്നതിലൊന്നും അയാൾക്ക് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ അയാൾ അതിൽ പ്രതിയാവും. ഈ വിൽ ബിക്കം എ ബെറ്റർ ആവാം, അല്ലെങ്കിൽ അക്കംപ്ലൈസ് ആവാം. അപ്പോൾ അയാൾ എന്ത് പറയുന്നു? എന്നെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷി പറയാൻ തയ്യാറാണ്. അപ്പോൾ എന്താ അപ്രൂവ് ചെയ്യുന്നത്? മൂവിങ് ഫ്രം ദ സ്റ്റാറ്റസ് ഓഫ് എൻ അക്യൂസ്ഡ്, ദ കോർട്ട് അപ്രൂവ്സ് ഹിസ് റിക്വസ്റ്റ് ടു ബിക്കം എ വിറ്റ്നസ്. അപ്പോൾ അപ്രൂവർക്ക് പറയുന്ന പേരെന്താണ്? മാപ്പു സാക്ഷി. എന്നാൽ ഹോസ്റ്റൈൽ വിറ്റ്നസ് ആരാണ്? കൂറുമാറിയ സാക്ഷി. ഇത് രണ്ടും തമ്മിൽ തെറ്റിക്കരുത് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹോസ്റ്റൈൽ വിറ്റ്നസ് ആവുന്നവരാണ്? പ്രോസിക്യൂഷൻ ഒരു കേസ് കണ്ട ആളെ വിചാരണയ്ക്ക് കൊണ്ടുവരുന്നു. അയാൾ കൂട്ട് കയറി പറയുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ല, ഞാൻ പോലീസിന് അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല. അപ്പോൾ അയാൾ എന്താ പറയുന്നത്? മൊഴി മാറ്റി പറയുന്നു. അത് ഹോസ്റ്റൈൽ വിറ്റ്നസ്. അപ്രൂവർ ആരാണ്? കൂട്ടുപ്രതിയായ ഒരാൾ ബാക്കി പ്രതികൾക്കെതിരെ
തൻ്റെ നേരെയുള്ള കേസ് ഒഴിവാക്കുന്നതിന് സാക്ഷി പറയാൻ തയ്യാറാവുന്നതിനെയാണ് അപ്രൂവർ എന്ന് പറയുന്നത്. ദാറ്റ്സ് വൈ ഐ സെഡ് എല്ലാ വാക്കുകളും അറിഞ്ഞിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സംഗതിയാണ്. ഓക്കെ, വീണ്ടും ലുക്ക് അറ്റ് ദ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് വി ആർ ഡിസ്കസിങ്. നമ്മൾ നേരെ പോകുന്നത് ലീഗൽ GK ഒരു സംഗതിയാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? ലെറ്റ് മീ ഗിവ് യു എ ക്ലൂ മൈ ഗുഡ് ഫ്രണ്ട്സ്. അന്താരാഷ്ട്ര ഏജൻസികളായ WHO അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്, യുനെസ്കോ, യുനിസെഫ്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇതിൻ്റെയൊക്കെ തലസ്ഥാനം അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് എവിടെ എന്ന ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിച്ച് കാണാറുണ്ട്. ജോബ് സെക്യൂർ ലോ എമിനൻസ് ഇറക്കിയ ഗൈഡിൽ കൃത്യമായി പട്ടികയിട്ടിട്ട് നമ്മളിത് വിശദമാക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻ സംബഡി ഗസ്റ്റ് ILOൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണുള്ളത്, ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഹേഗിൽ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ള കുറേ UN ഓർഗൻസ് ഉണ്ട്. ന്യൂയോർക്കിലുള്ളതുണ്ട്. UN തന്നെ 2 ഹെഡ് ക്വാർട്ടർ ഉള്ളതായിട്ട് പഠിക്കണം. ന്യൂയോർക്കിലുള്ളത് എന്താണ്, ജനീവയിലുള്ളത് എന്താണ്? അപ്പോൾ ILOൻ്റെ ഹെഡ് ക്വാർട്ടർ ജനീവയിലാണ്. ഹേഗിൽ ഹെഡ് ക്വാർട്ടറുള്ള വേറെ ഓർഗനൈസേഷൻസ് ഏതാ നോക്കണം, ന്യൂയോർക്കിലുള്ളത് ഏതാ നോക്കണം, ലണ്ടനിൽ ഏതെങ്കിലും UNൻ്റെ ഓർഗൻ ഉണ്ടോ എന്ന് നോക്കണം. ഇത്തരം ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് പഠിക്കാനാവില്ല, ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നല്ല ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ടോ? ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? ഏത് നിയമത്തെക്കുറിച്ചാണ് പറയുന്നത്? ശൈശവ വിവാഹ നിയമം ഏത് കൊല്ലാനൊന്നും അല്ല ചോദ്യം, അതൊക്കെ തന്നിട്ടുണ്ട്. ശൈശവ വിവാഹ നിയമം ആർക്കൊക്കെ ബാധകമാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളാണ് മൈ ഗുഡ് ഫ്രണ്ട്സ്. ശൈശവ വിവാഹം, ചൈൽഡ് മാരേജ് എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും ഈ മൈനറായ കുട്ടികളുടെ വിവാഹം നിരോധിച്ചിട്ട് വന്ന നിയമമാണ്. അതിന് മുസ്ലിം ലോയിൽ ചില ഒഴിവുകഴിവുകൾ പറയുന്നുണ്ട്, അത് നിങ്ങളിവിടെ കൺഫ്യൂസ്ഡ് ആവണ്ട. പക്ഷേ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് റിലീജിയസ്ലി ന്യൂട്രലാണ്. ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ജൂ ആയാലും സിഖ് ആയാലും ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് അവർക്ക് ബാധകമാണ്. ആ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ വെറുതെ കയറി നമ്മൾ ഗസ് ചെയ്ത് പോവും, അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യനാണിത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ലക്ഷദ്വീപിന് സ്വന്തമായി ഹൈക്കോടതി ഉണ്ടോ? അൻഡമാൻ നിക്കോബാറിന് സ്വന്തമായി ഹൈക്കോടതി ഉണ്ടോ? എല്ലാ വർഷവും ചോദിക്കുന്നതാണ് ഷെയർഡ് ജൂറിസ്ഡിക്ഷനുള്ള ഹൈക്കോടതികൾ തമ്മിലുള്ള ഇത് ഏതാണെന്നുള്ളത്. അപ്പോൾ ഈ ലക്ഷദ്വീപ് എന്തിനോട് അടുത്ത് കിടക്കുന്നു, ഭൂപടത്തിനെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിലും ഉത്തരം മനസ്സിൽ വരുന്നുണ്ടോ? കുറേ പേര് തെറ്റിച്ചിട്ട് എന്തെഴുതും, ലക്ഷദ്വീപ് എവിടെയാണ് കിടക്കുന്നത്? കേരള തീരത്തോട് അടുത്ത് കിടക്കുന്ന ലക്ഷദ്വീപിൻ്റെ പലതിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് തന്നെ കേരളത്തിലുണ്ട്. ലക്ഷദ്വീപ് കോടതി കോഴിക്കോട് സ്പെഷ്യൽ സിറ്റിങ്ങിനുള്ള സംവിധാനമുണ്ട് കോഴിക്കോട് കോടതി കോംപ്ലക്സിൽ. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഹൈക്കോടതി ജൂറിസ്ഡിക്ഷനും കൂടെ എവിടെയാണ് ഷെയർ ചെയ്യുന്നത്? കേരള ഹൈക്കോടതിയിലാണ്. മുംബൈ ഹൈക്കോടതി അതേപോലെ ഏതെങ്കിലുമൊക്കെ ജൂറിസ്ഡിക്ഷൻ ഷെയർ ചെയ്യുന്നുണ്ടോ പഠിക്കണം. മദ്രാസ് ഹൈക്കോടതി ഏതെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കണം. വെസ്റ്റ് ബംഗാൾ ഹൈക്കോടതി ഏതെങ്കിലും യൂണിയൻ ടെറിട്ടറിയുടെ ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കണം. ഡൽഹി ഹൈക്കോർട്ട് വേറെ ഏതെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കണം. ഹരിയാനയ്ക്ക് സ്വന്തം ഹൈക്കോർട്ടുണ്ടോ? ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് കോമൺ ഹൈക്കോർട്ടുള്ളത്, ഏതൊക്കെ ഹൈക്കോർട്ടുകളാണ് കേരളം മാത്രമല്ലാതെ വേറെ ഏതെങ്കിലും ഷെയർ ചെയ്യുന്നതുള്ളത് ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇതൊരു പറഞ്ഞ പോലെ നിങ്ങൾ ജോബ് സെക്യൂരിറ്റിയുടെയൊക്കെ ഗൈഡ് റെഫർ ചെയ്താൽ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ICJ, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയിൽ വരാത്തതേത് എന്നതാണ് ചോദ്യം. കുറച്ചൊന്ന് കോമൺ സെൻസ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ്റർനാഷണൽ ക്രൈംസ് ICJ അല്ല പരിഗണിക്കുന്നത്, അത് ICC ആണ്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അപ്പോൾ ഇപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. ICJ വേറെയാണ്, ICC വേറെയാണ്. ഇൻ്റർനാഷണൽ ക്രൈംസുകൾ
ഡിസൈഡ് ചെയ്യുന്നത് ICJ അല്ല, ICC ആണ്. അപ്പം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ICJയുടെയും ICCയുടെയും ഹെഡ് ക്വാർട്ടർ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതെന്തിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ മറ്റ് UN ഓർഗനുകളെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ എന്ന് എനിക്ക് അറിയാനാണ്. അപ്പോൾ ICJയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ICCയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുത്താത്തത് ഏത് എന്നാണ്. അപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയൊക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് ഒരു കോമൺ സെൻസ് ക്വസ്റ്റ്യനാണ്, ഒരു കോമൺ സെൻസ് ആസ്പെക്റ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ പെടും. പേറ്റൻറ്റ് വരും, കോപ്പിറൈറ്റ് വരും, ട്രേഡ് മാർക്ക് വരും, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ വരും, സർവീസ് മാർക്ക് വരും, ഡിസൈൻ ആക്ട് വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ചാലഞ്ച് ഉണ്ട്. ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോൻ്റെ അടിയിൽ വരുന്ന 7-8 നിയമമുണ്ട്. എൻ്റെ ഓർമ്മയിൽ 7 കാറ്റഗറിയോ മറ്റുണ്ട്. അതെല്ലാം ഒന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ആണ്. നോട്ട് ഇൻക്ലൂഡഡ് ആണ്. പ്രോപ്പർട്ടി ഓഫ് എൻ ഇൻ്റലക്ച്വൽ അല്ല എന്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഓഫ് എൻ ഇൻ്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബുദ്ധിജീവിയുടെ കൈവശമുള്ള വസ്തുക്കളെയാണ് പ്രോപ്പർട്ടി ഓഫ് എൻ ഇൻ്റലക്ച്വൽ എന്ന് പറയുക. എന്താണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ? ഭൗതിക സ്വത്ത്. ഒരാൾ അയാളുടെ ബുദ്ധി ഉപയോഗിച്ച്, ആവിഷ്കാരം ഉപയോഗിച്ച്, അയാളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ച് ഒരു സിനിമയുടെ കോപ്പിറൈറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരേ മണിച്ചിത്രത്താഴ് അത്രയും കഷ്ടപ്പെട്ട് ഒരാൾ തിരക്കഥ എഴുതി ഒരാൾ സംവിധാനം ചെയ്ത അതേ സിനിമ വേറൊരാൾ അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ എടുത്ത ആൾക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടാവുമോ? കാന്താരയിൽ ഉണ്ടായിരുന്ന പാട്ടിൻ്റെ മുകളിൽ തർക്കം വരാൻ കാരണം എന്താ? അത് നേരത്തെ തന്നെ ഒരു മ്യൂസിക് ട്രൂപ്പ് അവകാശപ്പെടുന്നു, അവർ ട്യൂൺ ചെയ്ത മ്യൂസിക്കാണ്, അത് ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് സിനിമയിൽ ഉപയോഗിച്ചത്. അതല്ലേ കോപ്പിറൈറ്റ്? അതൊരു ഭൗതിക സ്വത്തല്ലേ? അപ്പോൾ പേറ്റൻറ്റും കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ചോദ്യം എന്തായിരുന്നു? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇത്തരം ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ 3 അല്ലാതെ ബാക്കി വരുന്ന ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഏതാണെന്നും കൂടെ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ സൈഡിൽ അപ്പം തന്നെ നോട്ട് ചെയ്യണം. അപ്പോഴേ ഇൻവോൾവ് ലേണിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, ഇതൊരു കോമ്പറ്റീഷൻ ആക്ട് ഒരു വേറൊരു ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, കോമ്പറ്റീഷൻ ആക്ട് എന്തിനു വേണ്ടി കൊണ്ടുവന്നതായിരിക്കാം? എഗെയിൻ ഇത് തിങ്ക് ചെയ്താൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യനാണ്, ചിന്തിച്ചാൽ ഉത്തരം കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. കോമ്പറ്റീഷൻ ആക്ട് കുത്തകകളെ സഹായിക്കാനായിരിക്കുമോ? ഇന്ത്യൻ കമ്പനീസിനെ സഹായിക്കാനായിരിക്കുമോ? അതോ കൺസ്യൂമേഴ്സിനെ സഹായിക്കാനാണോ? അതോ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണോ? അപ്പോൾ ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ആക്ട് എന്തായിരുന്നു? MRTP ആക്റ്റാണ്, മൊണോപൊളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്. അത് മാറ്റിയിട്ടാണ് ഏത് നിയമം കൊണ്ടുവന്നത്? കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവന്നത്. കോമ്പറ്റീഷൻ ആക്ടിൽ കോമ്പറ്റീഷൻ നിരോധിക്കുകയല്ല ചെയ്യുന്നത്, കോമ്പറ്റീഷൻ അനുവദിക്കുക ചെയ്യുന്നത്. ആരെ സംരക്ഷിക്കാൻ? കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കാൻ. ഒരു മാർക്കറ്റിൽ കുത്തകകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരില്ലേ? അപ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ എങ്ങനെയാണ് ഹെൽത്തി കോമ്പറ്റീഷൻ നടത്തുന്നത്? കോമ്പറ്റീഷൻ്റെ വയലേഷൻ എന്താണ്? സർക്കാരിന് എപ്പോഴാണ് ഇടപെടാൻ പറ്റുക? ഇങ്ങനത്തെ കാര്യങ്ങളാണ് കോമ്പറ്റീഷൻ ആക്റ്റിലുള്ളത്. ഇപ്പോൾ ഈ സ്ലൈഡിൽ വേറെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. കോമ്പറ്റീഷൻ ആക്ട് ഏത് വർഷമാണ് എനാക്ട് ചെയ്തത്? ചോദ്യം വരാം. ആക്റ്റുകളും അതിൻ്റെ കറസ്പോണ്ടിങ് ഇയർ ഓഫ് എനാക്ട്മെൻറ്റും വരുന്ന ഒരു മേഖലയാണ്. ചോദ്യം ഇവിടെ എന്തായിരുന്നു? കോമ്പറ്റീഷൻ ആക്ട് ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്? കുത്തകകളുടെ താല്പര്യമല്ല സംരക്ഷിക്കുന്നത്, കൺസ്യൂമറിൻ്റെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. മൈ ഫ്രണ്ട്സ്, ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു മോഡൽ പരിചയപ്പെടുത്താനും കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഈ ചോദ്യം വരാനുള്ള സാധ്യത താരതമ്യേന കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. എന്താണ് ചോദ്യം? Who among the following was the first chief information? First in India, first Chief Justice of India, first Attorney General of India, first woman judge of India, first woman Supreme Court judge, first woman judge of Kerala, first Chief Justice of Kerala, first court in India. ഞാനിത് വെറുതെ നിങ്ങളോട് പറയല്ല. മൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് ടൈം ഫോർ യു ടു തിങ്ക്. ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്.
ജോബ് സെക്യൂർ ഗൈഡിൽ വെറുതെ അല്ല ആ ഒരു ഏരിയ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഏരിയയിൽ നിന്ന് വരാവുന്നതിൽ ഇതത്ര ഒരു ഇമ്പോർട്ടൻ്റ് ഞാൻ പറയില്ല. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഓക്കെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വന്നപ്പോൾ ആണ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ വന്നത്. ഇതിൻ്റെ ഉത്തരം വജാഹത്ത് അബീബുള്ളയാണ്. ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പഠിച്ചാൽ പോരാ മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പറഞ്ഞു തരുന്നത് എന്താ, ഫസ്റ്റ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഇൻ കേരള, ആ കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ അത് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പം അത് നോക്കിയാലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ. ഇത്രയധികം ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തിനുള്ള സാധ്യതയുണ്ട്, വീണ്ടും ആ ചോദ്യം കാണുമ്പോൾ ഒരു ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. സോ ഇതിൻ്റെ ആൻസർ വജാഹത്ത് അബീബുള്ളയാണ്. വളരെ കോമൺ സെൻസിൽ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. RTI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കേരള LLBയിൽ ചോദിച്ചതാണ്. RTI സ്റ്റാൻഡ്സ് ഫോർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. അപ്പോൾ RTI എന്താണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, RTI ഏത് വർഷമാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പം ഈ സ്ലൈഡ് കാണുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റണം. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻറ്റ് ലോ എനാക്റ്റഡ് ബൈ ഇന്ത്യൻ പാർലമെൻറ്റ്. പിന്നീട് അതിൽ കുറേ അമെൻമെൻ്റ് ഒക്കെ വന്ന് അതിൻ്റെ പല്ലും നഖമൊക്കെ പോയി എന്ന് വിമർശനമുണ്ട്. പക്ഷേ വിവരാവകാശ നിയമം എന്ന് പറയുന്ന സാധനമാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. RTI എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷനാണ്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ നമ്മളെ കവഴക്കാൻ വേണ്ടി തന്ന ഓപ്ഷൻസ് മാത്രമാണ്. തെറ്റിപ്പോകേണ്ട ഒരു കാര്യവും ഞാൻ അവിടെ കാണുന്നില്ല. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ പഠിക്കുക, RTI ആക്ട് ഏത് കൊല്ലമാണ് എനാക്ട് ചെയ്തത്. അഗെയിൻ ഒരു ലീഗൽ ടേമിലെ ക്വസ്റ്റ്യനാണ്. ലീഗൽ പദങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ലീഗൽ ടേമിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന ചോദ്യമാണ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്, ഫിഡ്യൂഷ്യറി എന്ന് പറഞ്ഞാൽ ഉത്തമ വിശ്വാസത്തിൽ, പരസ്പര വിശ്വാസത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളെയാണ് എന്തു പറയുക? ഫിഡ്യൂഷ്യറി റിലേഷൻ. സോ ആൻസർ ഈസ് ട്രസ്റ്റ്. ട്രസ്റ്റ്. ഇൻഷുറൻസ് ഈസ് എ കോൺട്രാക്റ്റ് ഓഫ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയും. എന്തുകൊണ്ട്? ഇൻഷുറൻസ് ഞാൻ എന്താണോ എൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അത് ഉത്തമ വിശ്വാസത്തിൽ ഇൻഷുറൻസ് കമ്പനി സ്വീകരിച്ചിട്ടാണ് എനിക്ക് പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ മണി ഇൻവോൾവ് ആയിട്ടുള്ള ട്രസ്റ്റിലെ അംഗങ്ങളും ട്രസ്റ്റിലെ ബെനിഫിഷ്യറിയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പാണ്. ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിൽ ഒരു പരിധി വരെ എന്തുണ്ട്? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് ഉണ്ട്. ഒരു ഡോക്ടറും ലോയറും ക്ലയൻറ്റും തമ്മിലുണ്ട്. ക്ലയൻറ്റ് പറഞ്ഞ കാര്യങ്ങൾ, ഉത്തമ വിശ്വാസത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഏത് ദിവസമാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? മനസ്സിൽ ഉത്തരം വരുന്നുണ്ടോ? ഐ റിക്വസ്റ്റ് മൈ ഗുഡ് ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട തീയതികൾ, അതായത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്. ഇൻ്റർനാഷണൽ ലേബർ ഡേ എന്നാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓർമ്മ വരും. വാലൻറ്റൈൻസ് ഡേ നിങ്ങൾ കണ്ണടച്ച് പറയും, എനിക്കറിയാം. ജോബ് സെക്യൂരിറ്റിയുടെ ബുക്കിൽ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, ഇൻ്റർനാഷണൽ ലോ ഡേ എന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്താണ്, ഇൻ്റർനാഷണൽ ലോ ഡേ എന്നാണ്. പ്രധാനപ്പെട്ട നിയമപരിഷ്കാരങ്ങൾ വന്ന ദിവസം ഏതായിരിക്കാം? അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ ഏതാക്കാം? ടീച്ചേഴ്സ് ഡേ വേണമെങ്കിൽ ചോദിക്കാം, ചിൽഡ്രൻസ് ഡേ വേണമെങ്കിൽ ചോദിക്കാം. ഇതിൻ്റെ ഉത്തരം ഹ്യൂമൻ റൈറ്റ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 10th ഡിസംബറിനാണ്. അപ്പോൾ 26 നവംബർ എന്താണ് എന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ആരുടെങ്കിലും മനസ്സിൽ ഉത്തരം വരുന്നുണ്ടോ? 26 നവംബറിന് ഒരു നിയമ വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട സിഗ്നിഫിക്കൻസ് എന്താണ്? 26 നവംബർ ഈസ് ദ ലോ ഡേ, നാഷണൽ ലോ ഡേ. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസമാണ് 26 നവംബർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ചോദ്യങ്ങളിലൂടെ വീണ്ടും പറയുന്നത് എന്താണ്? ഒരുപാട് പഠിക്കലല്ല, വേണ്ടത് പഠിക്കലാണ് നമ്മളെ മുന്നിലുള്ള ഈ പരീക്ഷയിൽ വിജയിക്കാനുള്ള സൂത്രം. ആ സൂത്രമാണ് ഇത്തരം കൊച്ചു വീഡിയോസിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുമായി വീണ്ടും എപ്പിസോഡിൽ നമ്മൾ വരുന്നതാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, പ്രാക്ടീസ് നെവർ മേക്സ് തിങ്സ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് റിസൾട്ട്സ്. അപ്പോൾ ജോബ് സെക്യൂർ ലോ എമിനൻസ് ചെയ്യുന്നത് എന്താ? പെർഫെക്റ്റായിട്ട് ഇതിനാവശ്യമുള്ള കാര്യങ്ങളാണ് കുട്ടികളുമായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്താൽ we will get perfect results. So practice more perfect questions and achieve a great result. All the best.